ഹൈദരാബാദ് ഈ സീസണിൽ അവരുടെ ആദ്യത്തെ പോയിന്റ് നേടുന്നു. ഹോം മത്സരത്തിൽ ഒരു പോയിന്റാണ് സ്വന്തമാക്കുന്നത്. നമുക്കറിയാം ഈ സീസൺ വളരെ ഒരു ദുർഘടം പിടിച്ച സ്ഥിതിയിലാണ് ഹൈദരാബാദ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് അറിയാം. എന്നിട്ട് കൂടി അവർക്ക് മൂന്നാമത്തെ മത്സരത്തിൽ തന്നെ ആദ്യ പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ അവർ അതിനുവേണ്ടി എത്ര നാൾ കാത്തിരുന്നതെന്നുള്ളത് നമുക്കറിയാം. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും തുടക്കം തന്നെ കുറച്ച് ബെറ്റർ ഫുട്ബോൾ കളിക്കാനായിട്ട് സാധിച്ചിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവരുടെ ആദ്യ പോയിന്റ് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തുടക്കമാണ് ഈ സീസണിൻ്റെ ആദ്യത്തിൽ കിട്ടിയതെങ്കിൽ പിന്നീട് അവർക്ക് ആ ഒരു വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ അവസരങ്ങൾ ഇപ്പം ആദ്യ പകുതിയിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട അബ്ദുൾ റബീഹിൻ്റെ ചില മുന്നേറ്റങ്ങളാണ്. മികച്ച അവസരങ്ങളൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്നൊരു ഇതാണ്. ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻസും കൂടി ഇത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സോളറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേസ് അത് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. പക്ഷെ അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒരു കിടിലൻ ചാൻസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ സൈഗോഡാഡിന് അകത്തേക്ക് കയറ്റാമായിരുന്നു. അത് കഴിഞ്ഞ് അലൻ എന്ന് പറഞ്ഞ അവരുടെ പുതിയ താരം അദ്ദേഹവും അങ്ങനെ ആ ഒരു അവസരം മിസ്സായി പോകുന്നൊരു സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ ഹൈദരാബാദിന് മുന്നിലെത്താൻ പറ്റുന്നൊരു അവസരം ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പം ക്രോസസ് 2 ടീമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളൊരു മത്സരം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം. അതാണെങ്കിലും ഒരു 0-0 ഡ്രോയാണ് ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പറഞ്ഞ പോലെ ഗോളുകൾ വന്ന വഴി അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. 2 ടീമുകൾക്ക് പറഞ്ഞ പോലെ ചാൻസസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ആദ്യ പകുതി ചെന്നൈയിൻ എഫ് സിയെ പറ്റി പറയുകയാണെങ്കിൽ ചീമയ്ക്ക് കിട്ടിയ അവസരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാമ്പിലേക്ക് കിട്ടിയ അവസരം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ജോർദൻ ഗില്ലിന് സൂപ്പറായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ടുള്ള അർഷദീപിൻ്റെ മികച്ച സേവുകളും തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് തീർച്ചയായിട്ടും വരാം. ഹൈദരാബാദ് എഫ് സിയുടെ പിന്നെ ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം പല ചേഞ്ചസും അവർ വരുത്തി. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സമയത്ത് കിയാൻ നസീരിയെയും ഗുർക്കീറത്തിനെയും പറഞ്ഞ ജോർദൻ ഗില്ലിനെ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് കൂടും അവർക്കിത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഒരു 10 പേരായിട്ട് ചുരുങ്ങേണ്ട സാഹചര്യവും ഹൈദരാബാദ് എഫ് സിക്ക് വന്നു. പരാഗിന് ഇത് പറഞ്ഞൊരു റെഡ് കാർഡൊക്കെ കിട്ടി. പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ചെന്നൈയിൻ എഫ് സിക്ക് സാധിച്ചില്ല. കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്നാലും ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം മൊത്തത്തിലൊരു ഹാപ്പിയാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു ഫസ്റ്റ് പോയിന്റ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അതാണെങ്കിലും അവരുടെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും 3 വിദേശ താരങ്ങൾ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് സ്ട്രൈക്കിംഗ് കളിക്കുന്ന അലൻ ആണെങ്കിലും മിഡ്ഫീൽഡിൽ സൈഗോഡാഡ്, അതുപോലെ ഡിഫൻസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആ പ്ലെയർ ആണെങ്കിലും ഒക്കെ അവർ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഡിഫൻസിലൊക്കെ ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം അലൻ എന്ന് പറയുന്ന സെൻട്രൽ ഫോർവേഡ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നാണ്. സൈഗോഡാഡ് കുറച്ചും കൂടി ഒരു വിങ്ങറായിട്ടാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അദ്ദേഹത്തെയാണ് ഇന്നത്തെ ഒരു മത്സരത്തിൽ ഒരു AM റോളിൽ കളിപ്പിച്ചത്. പക്ഷേ എനിക്കൊന്നൊരു നല്ല ക്രിയേറ്റീവ് മിഡ്ഫീൽഡറോ ഒരു നല്ല ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡറോ ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ അലന് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടുകയും കൂടുതൽ ഗോളൊക്കെ അടിക്കാനുള്ള അവസരങ്ങൾ വരികയും ചെയ്യും. ഇതാണ് ഇദ്ദേഹം തന്നെ വിഡ്രോ ചെയ്ത് വന്നിട്ടൊക്കെയാണ് കൂടുതലും ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഏറ്റവും എടുത്തു പറയേണ്ടത് ഡിഫൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഫോറിൻ ഡിഫൻഡർ നല്ല പ്രകടനമൊക്കെ നടത്തി. പക്ഷേ ഇന്ത്യൻ ഡിഫൻഡറായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ ക്യാപ്റ്റനായിട്ടുള്ള മലയാളി താരമായിട്ടുള്ള അലക്സ് സജിയുടെ പെർഫോമൻസ് ഒരിക്കലും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച താരം അദ്ദേഹം തന്നെയായിരുന്നു എന്നുള്ളത് സംശയം പറയാനായിട്ട് സാധിക്കും. വാട്ട് എ പെർഫോമൻസ് ആസ് എ ഡിഫൻഡർ എന്ന നിലയിൽ എത്ര ചെന്നൈയിൻ എഫ് സിക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ടോ അതിൽ കൂടുതൽ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ തകർത്ത് കളഞ്ഞിട്ടുള്ളൊരു താരം തന്നെയായിരുന്നു അലക്സ് സജി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. വാട്ട് എ പെർഫോമൻസ്, വാട്ട് ആൻ എനർജി, ഒരു ലീഡറായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. അത്രത്തോളം ഡിഫെൻഡ് ചെയ്ത് അവസാനം അദ്ദേഹം തളർന്ന് ഒരു അവസ്ഥ വരെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ ടീമിൽ കൊടുത്തിട്ടുള്ളൊരു എഫേർട്ട്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ. എന്താണെങ്കിലും ഈ സീസണിൽ തീർച്ചയായിട്ടും ഒരു മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന താരം തന്നെയാണ് അലക്സ് സജി. തീർച്ചയായിട്ടും ഇന്ത്യയുടെയൊക്കെ ഭാവി സെൻട്രൽ ബാക്ക് എന്ന നിലയിലേക്കൊക്കെ ഉയർന്നു വരുന്ന താരമാകാൻ ഈ മലയാളി താരത്തിന് കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. അപ്പം
എന്താണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ഒരു ഗോൾലെസ് ഡ്രോ ആയതുകൊണ്ട് പലർക്കും ഗോളുകൾ വരുമ്പോഴാണല്ലോ ഒരു മത്സരം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. പക്ഷേ 2 ഗോൾ കീപ്പേഴ്സിനും ക്ലീൻ ഷീറ്റ് കിട്ടി എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.